അധികാരത്തിലിരിക്കുന്ന ഒരു മാർപ്പാപ്പ ദിവംഗതനായാൽ പിൻഗാമി തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ എത്തുന്നതുവരെ കാര്യങ്ങൾ എങ്ങനെ നടക്കണം എന്നത് സംബന്ധിച്ച് വളരെ വ്യക്തമായ വ്യവസ്ഥകൾ കഴിഞ്ഞ 700 വർഷങ്ങളായി വത്തിക്കാനിൽ നിലവിലുണ്ട്. യൂണിവേഴ്സി ഡൊമിനിസി ഗ്രെഗഡ് എന്നാണ് ഈ വ്യവസ്ഥകളെ വിളിക്കുന്നത്. ഒരു മാർപ്പാപ്പ അന്തരിച്ച് പുതിയ ആൾ വരുന്നതുവരെ കർദിനാൾ തിരുസംഘത്തിന്റെ പ്രതിനിധിയായ കെമർലങ്കോ ഇതൊരു സ്ഥാനപ്പേരാ. അതുപോലെ തന്നെ കർദിനാളന്മാരുടെ ഡീൻ, വത്തിക്കാൻ കൂരിയയുടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറിയായ കർദിനാൾ എന്നീ 3 പേർക്ക് വളരെ നിശ്ചിതമായ അധികാരങ്ങളുണ്ട്. അവർ 3 പേരാണ് വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ഈ കാലയളവിൽ നിർവഹിക്കേണ്ടത്. കെമർലങ്കോ എന്ന സ്ഥാനപ്പേരുള്ള കർദിനാള് വത്തിക്കാന്റെ സ്വത്തും സാമ്പത്തിക കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു കർദിനാളാണ്. വലിയ അധികാരങ്ങൾ കൈയാളുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കേണ്ടത്. പണ്ടുകാലത്ത് ഇതിന് വിചിത്രമായ ചില ആചാരങ്ങൾ ഉണ്ടായിരുന്നു. മാർപ്പാപ്പ അന്തരിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ ഈ കെമർലങ്കോ എന്ന് പറയുന്ന കർദിനാള് ഒരു ചെറിയ വെള്ളി ചുറ്റിയ കൊണ്ട് മാർപ്പാപ്പയുടെ നെറ്റിയിലെ 3 വട്ടം തട്ടും. അതിനുശേഷം അദ്ദേഹം മാർപ്പാപ്പയുടെ മാമോദിസ പേര് 3 പ്രാവശ്യം ഉറക്കെ വിളിക്കും. അതിന് മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആ വിളി കേൾക്കുന്നില്ലെങ്കിൽ മാർപ്പാപ്പ അന്തരിച്ചു എന്ന ഒരു നിഗമനത്തിലെത്തുകയും അത് ഈ കെമർലങ്കോ കർദിനാൾ തിരുസംഘത്തെയും അതുപോലെ റോമിനെയും ഔപചാരികമായി അറിയിക്കുകയും ചെയ്യും. അതായിരുന്നു പണ്ട് നിലവിലുണ്ടായിരുന്ന ഒരു രീതി. ഇപ്പോൾ അതിനൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കുന്നത് ഡോക്ടർമാർ തന്നെയാണ്. അതിനുശേഷം ഈ കെമർലങ്കോ ആണ് അത് കർദിനാളന്മാരെയും അതുപോലെ റോമിനെയും ഔപചാരികമായി അറിയിക്കുന്നത്. ഐറിഷുകാരനായ കർദിനാൾ കെവിൻ ഫാരലാണ് ഇപ്പോൾ ഈ കെമർലങ്കോ എന്ന് പറയുന്ന പദവിയിൽ ഉള്ളത്. മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിച്ചാൽ ഉടനെ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം അദ്ദേഹം താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വസതി പൂട്ടി സീല് വയ്ക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഓഫീസും പൂട്ടും. പണ്ടൊക്കെ അത് ചെയ്തിരുന്നത് ഈ ബഹളത്തിനിടയിൽ അവിടെ നിന്ന് മോഷണം നടക്കാതിരിക്കാനായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ചെയ്യുന്നത് ഒരു മാർപ്പാപ്പയുടെ അധികാരകാലം അവസാനിച്ചു എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ്. അതുപോലെ തന്നെ മാർപ്പാപ്പയുടെ കയ്യിലുള്ള മുദ്രമോതിരം അപ്പോൾ തന്നെ അത് നശിപ്പിക്കും. കാരണം ഈ മോതിരം ഉപയോഗിച്ചാണ് പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിലും രേഖകളിലും മാർപ്പാപ്പ തന്റെ മുദ്ര ചാർത്തിയിരുന്നത്. അദ്ദേഹം അന്തരിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധികാരം ഇല്ലാതാവുന്നതോടുകൂടി ആ മുദ്രമോതിരത്തിന്റെ സാങ്കത്യവും പ്രസക്തിയും ഇല്ലാതാവുന്നു. അതുകൊണ്ടാണ് അത് നശിപ്പിക്കുന്നത്. ഇതൊക്കെ ഇപ്പോഴും നിലവിൽ നിൽക്കുന്ന ആചാരങ്ങളാണ് അല്ലെങ്കിൽ നടപടി ക്രമങ്ങളാണ്. ഒരു മാർപ്പാപ്പ അന്തരിച്ചാൽ 9 ദിവസത്തെ ദുഃഖാചരണമാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതിന് നോവൻ ഡയൻ എന്നാണ് പറയുക. ഒരു മാർപ്പാപ്പ മരിച്ച് പുതിയ ആള് തിരഞ്ഞെടുക്കപ്പെട്ട അധികാരം ഏൽക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെ സെദെ വേക്കന്റ് എന്നാണ് പറയുക. വത്തിക്കാനിലെ അധികാര സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഒരു മാർപ്പാപ്പ മരിച്ചാൽ 4-6 ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കണമെന്നാണ് വ്യവസ്ഥകളിൽ പറഞ്ഞിരിക്കുന്നത്. അതുവരെ സ്ഥാന, വസ്ത്രങ്ങൾ, ചിഹ്നങ്ങൾ ഇതൊക്കെ അണിയിച്ച് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയില് പൊതുദർശനത്തിനായിട്ട് വയ്ക്കും. ആളുകൾക്ക് വന്ന് അദ്ദേഹത്തെ അവസാനമായി കാണുകയും അന്തിമോപചാരങ്ങൾ അർപ്പിക്കുകയും ചെയ്യാം. സാധാരണഗതിയിൽ ലോക നേതാക്കള് മാർപ്പാപ്പയുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി എത്താറുണ്ട്. ശവസംസ്കാരത്തിന് മുമ്പ് ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്യുന്നതും എംബാം ചെയ്യുന്നതും പതിവാണ്. ചിലപ്പോൾ ചില ശരീരഭാഗങ്ങൾ തിരിശേഷിപ്പായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും. റോമിലെ ട്രെമി ഫൗണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ദേവാലയത്തിൽ 20ഓളം മാർപ്പാപ്പമാരുടെ ഹൃദയഭാഗങ്ങൾ തിരിശേഷിപ്പായി സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ മാർപ്പാപ്പമാരുടെ ശരീരഭാഗങ്ങൾ അങ്ങനെ സൂക്ഷിക്കുന്ന ഏർപ്പാടില്ല. സാധാരണഗതിയിൽ മാർപ്പാപ്പമാരെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അടിയിൽ സംസ്കരിക്കുന്ന രീതിയാണ് തുടർന്നു പോരുന്നത്. അവിടെ 100ഓളം മാർപ്പാപ്പമാരെ സംസ്കരിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. എന്നാൽ തന്റെ ഭൗതിക ശരീരം റോമിലെ സാന്താ മരിയ മഗിയോരെ ബസിലിക്കയിൽ സംസ്കരിക്കണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു ഈ ബസിലിക്ക. അദ്ദേഹം പതിവായി അവിടെ പ്രാർത്ഥനയ്ക്കായി പോകുമായിരുന്നു. അദ്ദേഹം ഈ ഒരു നിഷ്കർഷ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. അതനുസരിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടക്കുക എന്ന കാര്യത്തില് ഇതുവരെ വ്യക്തതയില്ല. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വത്തിക്കാന് പുറത്ത് മൃതദേഹം സംസ്കരിക്കപ്പെടുന്ന ആദ്യത്തെ മാർപ്പാപ്പയായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ. സാധാരണഗതിയിൽ
സൈപ്രസ് ഓക്ക് മരങ്ങൾ കൊണ്ടും നാഗം കൊണ്ടും നിർമ്മിച്ച 3 ശവപേടകങ്ങളിലാണ് മാർപ്പാപ്പമാരുടെ മൃതശരീരം അടക്കം ചെയ്യുക. എന്നാൽ ഇക്കാര്യത്തിലും തൻ്റെതായ നിർദ്ദേശങ്ങൾ പോപ്പ് ഫ്രാൻസിസ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ സിങ്ക് കൊണ്ടുള്ള ലൈനിങ്ങോടുകൂടിയ ഒരു തടിപ്പെട്ടി മതി തൻ്റെ ശവസംസ്കാരത്തിന് എന്നാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് തൊട്ടു മുമ്പ് അനാരോഗ്യം മൂലം റിട്ടയർ ചെയ്ത ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയെ അടക്കം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്ത് വത്തിക്കാൻ പുറത്തിറക്കിയ നാണയങ്ങളുടെ മാതൃകകൾ ആ ശവപേടകത്തിൽ വെച്ചിരുന്നു. അതുപോലെ തന്നെ മാർപ്പാപ്പയുടെ ജീവിതവും അദ്ദേഹത്തിന്റെ ഭരണകാലവും വിവരിക്കുന്ന ഒരു കടലാസ് ചുരുള്, 1000 വാക്കുകൾ അടങ്ങുന്ന ഒരു കടലാസ് ചുരുള് ഒരു ലോക ചുരുളിലാക്കി ഈ ശവപേടകത്തിൽ വെച്ചിരുന്നു. റോഗീറ്റോ എന്നാണ് ഈ കടലാസ് ചുരുളുകളെ പറയുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യത്തിലും ഇതുണ്ടാവും എന്നാണ് പറയുന്നത്. പിൽക്കാല തലമുറകൾക്ക് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പയെ അറിയാൻ അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ ഭരണരീതികൾ, അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇവ സംബന്ധിച്ച 1000 വാക്കുകൾ അടങ്ങുന്ന ഒരു കുറിപ്പായിരിക്കും ഈ റോഗീറ്റോയിൽ ഉണ്ടാവുക. ഒരു മാർപ്പാപ്പ മരിക്കുന്നതുവരെ അദ്ദേഹം സഭയുടെ അധികാരത്തിൽ തുടരുന്നു എന്നാണ് വയ്പ്. എന്നാൽ രോഗബാധിതനായി ദീർഘകാലം കിടപ്പിലായാൽ, അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കാൻ പറ്റാത്ത തരത്തിൽ കിടന്നു പോവുകയാണെങ്കിൽ, അബോധാവസ്ഥയിലാവുകയോ മറ്റോ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് യാതൊരു വ്യവസ്ഥകളും നിലവില്ല എന്നത് രസകരമായ ഒരു കാര്യമാണ്. മാർപ്പാപ്പയുടെ ശവസംസ്കാരം കഴിഞ്ഞ് 20-21 ദിവസത്തിനകം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കർദിനാളന്മാരുടെ കോൺക്ലേവ് ചേരുകയാണ് പതിവ്. മാർപ്പാപ്പയുടെ ശവസംസ്കാരത്തിന്റെയും അതുപോലെ തന്നെ കോൺക്ലേവിന്റെയും ചുമതല വഹിക്കുന്നത് കർദിനാളന്മാരുടെ ഡീനാണ്. അദ്ദേഹത്തിന് മറ്റ് അധികാരങ്ങളൊന്നുമില്ല. പക്ഷെ ഈ 2 ചുമതലകൾ അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. ഇറ്റാലിയൻ കർദിനാളായ ജിയോവാനി ബാറ്റിസ്റ്റ റേ ആണ് ഇപ്പോൾ കർദിനാൾ സംഘത്തിന്റെ ഡീനായി പ്രവർത്തിക്കുന്നത്. സ്വത്തും സാമ്പത്തിക കാര്യങ്ങളും സംബന്ധിച്ച ചുമതല കമർലങ്ങോ, കർദിനാൾ കെവിൻ ഫാരൻ. അതുപോലെ ശവസംസ്കാരവും കോൺക്ലേവും സംബന്ധിച്ച ചുമതലകൾ കർദിനാൾമാരുടെ ഡീനായ ജിയോവാനി, ഇറ്റാലിയൻ കർദിനാളായ ജിയോവാനി ബാറ്റിസ്റ്റ റേ. പിന്നെ സഭയുടെ നിത്യവുമുള്ള ഭരണ ചുമതലകൾ സ്റ്റേറ്റ് സെക്രട്ടറി പിയത്രോ പരോലിന്റെ നേതൃത്വത്തിലുള്ള വത്തിക്കാൻ കൂരിയ. ഇവരായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ സെദേ വേക്കന്റ് എന്ന കാലഘട്ടത്തിൽ വത്തിക്കാന്റെ അധികാരസ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്ന കാലത്ത് വത്തിക്കാനെ അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക സഭയെ നയിക്കുക, നിയന്ത്രിക്കുക.